ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിഹിത. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഇതിനു മുമ്പ് എനിക്ക് വേറെയും ചാനൽസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ സം റീസൺസ് എനിക്ക് അതിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങാമെന്ന്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു പുതിയ ചാനലിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആൻഡ് ഈ ഒരു വ്ളോഗിൻ്റെ ഇൻട്രോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് തന്നെ. സോ നമുക്ക് വ്ളോഗ് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ കോട്ടയത്തിന് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് ചെറിയൊരു റേസർ അലർജി വന്നിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കവല വരെ ഓട്ടോയ്ക്കാണ് പോകുന്നത്. കവലയിൽ നിന്ന് കോട്ടയത്തിന് നമ്മൾ ബസ്സിനായിരിക്കും പോകുന്നത്. ബസ്സിൽ വെച്ച് എനിക്ക് അധികം ഷോർട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചെറിയ ഷോട്ട് മാത്രമേ ബസ്സിൽ വെച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മിനിസോയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിനിസോയിൽ നല്ല ക്യൂട്ട് കളക്ഷൻസ് ഉണ്ട് ടോയ്സിൻ്റെ. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് എല്ലാത്തിനും ഓരോന്ന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ടും കയ്യിൽ അത്രയ്ക്കുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടും വേണ്ടിയ സാധനം മാത്രം മേടിച്ച് നമ്മൾ ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു കഫേ മിറാക്കിളിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. ഞാൻ ഓർഡർ ചെയ്തത് മിൻറ്റ് ലൈമും എൻ്റെ ചേച്ചി ഓർഡർ ചെയ്തത് ഹേസൽനട്ട് കോഫിയായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് പെരി പെരി ഫ്രൈസും ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഓർഡർ വരുന്നിടം വരെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടുത്തേത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് അവർ ഈ ഒരു ഷെൽഫും ബുക്സും പ്ലാന്റ്സും ലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വരുന്നിടം വരെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ചേച്ചിയും ഞാനും. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ആൽഫ്രെഡോ പാസ്തയും സ്പഗാറ്റി ചിക്കൻ പാർമജാനുമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വന്നു. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് മിൻറ്റ് ലൈമും ചേച്ചി ഓർഡർ ചെയ്തിരുന്നത് ഹേസൽനട്ട് കോഫിയായിരുന്നു. എൻ്റെ മിൻറ്റ് ലൈം അടിപൊളിയായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഹേസൽനട്ട് കോഫി എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അവൾ കുടിച്ചപ്പോഴും അടിപൊളിയായിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അവൾ ആദ്യം ഷുഗർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എനിക്കത് കൊടുക്കേണ്ടി വന്നു. ചേച്ചി പറഞ്ഞത് ഹേസൽനട്ട് കോഫി അടിപൊളിയായിരുന്നെന്ന്. ഞാനും കുടിച്ച് നോക്കിയപ്പം എനിക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഹേസൽനട്ട് കോഫി അന്ന് കുടിക്കുന്നത്. അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സും വന്നു. 2 മെയിൻ കോഴ്സിൽ ഒരെണ്ണമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പാസ്തയും അതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ ചേച്ചി ഹേസൽനട്ട് കോഫി കഴിഞ്ഞിട്ട് രണ്ടാമത് പൈനാപ്പിൾ ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടും ഞാൻ എൻ്റെ ആദ്യം ഓർഡർ ചെയ്ത് മിൻറ്റ് ലൈം തീർത്തിട്ടില്ല. അപ്പോൾ ഞാൻ അത് കുടിച്ച് കാണിച്ചപ്പം ചേച്ചി അവളുടെ പൈനാപ്പിൾ ലൈമും കുടിച്ച് കാണിച്ചു. അതും കൊള്ളായിരുന്നെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ മെയിൻ കോഴ്സായ സ്പഗേറ്റി ചിക്കൻ പാർമജാനും വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു വലിയ പ്ലേറ്റിൽ നിന്ന് ചെറിയ പ്ലേറ്റിലോട്ട് മാറ്റണം. അങ്ങനെ ഞങ്ങൾ വലിയ പ്ലേറ്റിൽ നിന്ന് ചെറിയ പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ചേച്ചിയോട് ചോദിച്ചപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയെന്നായിരുന്നു പറഞ്ഞത്. എനിക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം തന്നെ പറയുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അതിൻ്റെ ഒരു സ്പഗേറ്റി ആണെങ്കിലും ചിക്കൻ ആയിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ ഇൻറ്റീരിയർ പാർട്ട് കണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഓർത്തു ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ പാർട്ടും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന്, എന്ത് ഭംഗിയാണെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു കഫേ മിറാക്കിളിൻ്റെ ലൊക്കേഷൻ വരുന്നത് കഞ്ഞിക്കുഴിക്ക് പോകുന്ന വഴിക്ക് മക്രോണി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ കവല വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഇപ്പോൾ ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരമായി നമ്മളിവിടെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ഒരു ഓട്ടോ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ കയറി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഓട്ടോയിൽ കയറി. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം.
അപ്പോൾ ഗായസ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ലിപ്സ്റ്റിക് എല്ലാം പോയി. അല്ല നിൻ്റെ പോയി പോയി. പക്ഷെ നിൻ്റെ കുറച്ചെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല നിൻ്റെയും പോയി, എൻ്റെയും പോയി, എൻ്റെ ഫുള്ള് പോയി. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അല്ലേ? അതെ, ഞങ്ങളിനി ഒരുമിച്ച് എപ്പോഴാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തായാലും ഇവിടെ പുതിയ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻറ്റ്സ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റും ചെയ്യണം. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ.